ശ്രീ പി ചിത്തരഞ്ജൻ, ഒരുപക്ഷെ പാർട്ടി പരാജയപ്പെട്ട പല ഘട്ടങ്ങളിലുമൊക്കെ ചില ശ്രീനിവാസൻ സിനിമകളിലെ അരാഷ്ട്രീയ ചോദ്യങ്ങൾ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചില ചോദ്യങ്ങൾ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരും പാർട്ടിക്ക് പുറത്തുള്ളവരും ചോദിക്കുകയും ആത്മനിർവൃതി അടയുകയും ചെയ്യുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇവിടെ ഇന്ന് CPIM അതിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷവും വളരെ കൃത്യമായ ചില വിലയിരുത്തലുകൾ നടത്തുകയും ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിലയിരുത്തുകയും അതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് വലിയ തരത്തിലുള്ള പരാജയത്തിലേക്ക് നയിച്ചതെന്നും വിലയിരുത്തുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്, കാലങ്ങളായി മതനിരപേക്ഷ നിലപാട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈഴവ സമുദായം, അതിൽ തന്നെ SNDP BDJസുമായി ചേർന്ന് BJP നടത്തിയ ഒരു SNDPയിലേക്കുള്ളൊരു കടന്നുകയറ്റം, ഇതെല്ലാം കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ CPIMന് ആ ഭാഗത്ത് നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്ത കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഒരു ജാഗ്രതക്കുറവ്, ഇത്തരത്തിൽ BDJസിലൂടെ BJP കടന്നു വരാൻ നടത്തിയ ആ നീക്കത്തെ തിരിച്ചറിയുന്നതിലൊരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ അതീവ ഗൗരവമായി തന്നെയാണ് CPIM വിലയിരുത്തുന്നത്. പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടായി. ഈ തിരിച്ചടിയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പരിശോധിച്ചുകൊണ്ട് എവിടെയാണോ പാളിച്ച പറ്റിയിട്ടുള്ളത് അത് തിരുത്തുവാനും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും എല്ലാ കാലത്തും പാർട്ടി അതിനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇത്തവണ അത് കുറേ കൂടി ഗൗരവത്തിൽ, ആഴത്തിൽ തന്നെയുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. കാരണം കേരളീയ സമൂഹത്തിൽ ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള സാമൂഹ്യ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഫലപ്രദമായ ശക്തമായ ഇടപെടലിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമ്മുടെ സമൂഹത്തിലെ അധസ്ഥിതരും അതുപോലെ തന്നെ പീഡിതരും ഒക്കെ ആയിരുന്ന നമ്മുടെ നാട്ടിലെ ജനവിഭാഗങ്ങൾക്ക്, ദുർബല ജനവിഭാഗങ്ങൾക്ക് ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള വളർച്ചയിലേക്ക് കടക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ പാർട്ടിയും CPIMഉം CPIM നയിക്കുന്ന മുന്നണിയും കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ചില വോട്ടുകളിൽ വന്നിട്ടുള്ള ചോർച്ച, അത് കൃത്യമായി തൊട്ട് പരിശോധിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ കേരളത്തിൽ 18 സീറ്റ് UDF നേടി. UDF 18 സീറ്റ് നേടിയപ്പോൾ ഒരു സീറ്റ് BJP നേടി എന്നുള്ളതാണ് ഞങ്ങൾ ഗൗരവമായി കാണുന്ന വസ്തുത. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സീറ്റേ ഉള്ളൂ. UDFന് 19 സീറ്റുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഇത്ര ഗൗരവമായ പരിശോധനയോ ഈ നിലയിലേക്ക് വരാൻ പോകുന്നൊരു ഭവിഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ദേശീയ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളെ, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും രണ്ട് നിലയിൽ തന്നെയാണ് അവർ വിലയിരുത്താറുള്ളത്. 2004 ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ വിജയമുണ്ടായത്. 18 സീറ്റ് അന്ന് ഇടതുപക്ഷത്തിന് നേടുവാൻ കഴിഞ്ഞു. അന്ന് മുസ്ലിം ലീഗിൻ്റെ അഹമ്മദ് സാഹിബ് മാത്രമാണ് UDFൻ്റെ പക്ഷത്ത് നിന്ന് ജയിച്ചത്. PC തോമസ് അന്ന് അദ്ദേഹവും വിജയിക്കുകയുണ്ടായി. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ CPIMന് ഇത്രയും വലിയ ഒരു വിജയം നേടിയപ്പോഴും കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന അന്ന് UDF ആണ്. ഇത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40 വർഷക്കാലത്തിനുള്ളിൽ നടന്നിട്ടുള്ള 10-11 തിരഞ്ഞെടുപ്പെടുത്താൽ 9 തിരഞ്ഞെടുപ്പിലും വളരെ വ്യക്തമായി UDF, കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് തന്നെയാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വലിയ ശക്തിയല്ല, ഇടതുപക്ഷം വലിയ ശക്തിയല്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു ഗവൺമെൻറ് ഉണ്ടാക്കാനൊന്നും കഴിയില്ല, അത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് വരേണ്ടത് എന്ന് വിധിയെഴുതും ജനങ്ങൾ. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഈ വിധിയെഴുത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്കൊരു ഉത്കണ്ഠയുമില്ല. തുറന്ന് ഞങ്ങൾ പറയുകയാണ്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും ഗൗരവമായി ഞങ്ങൾ കാണുന്നത്, BJP ഒരു പാർലമെൻറ്റ് സീറ്റിൽ ജയിച്ചിരിക്കുന്നു. 11 നിയമസഭാ സീറ്റുകളിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. കേരളം പോലെയുള്ള ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നൊരു സംസ്ഥാനത്ത് RSSനാൽ നയിക്കപ്പെടുന്ന
BJP നേടിയിട്ടുള്ള വിജയത്തെ ഞങ്ങൾ കൃത്യമായി വിലയിരുത്തിയുണ്ടായി. ആ വിലയിരുത്തലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഏതെല്ലാം ഘടകങ്ങൾ എന്നുള്ളത് കൃത്യതയോടുകൂടെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആരോടും ശത്രുതയോടുകൂടെ ഇടപെടുവാനോ അല്ലെങ്കിൽ ആരെങ്കിലുമായി പോർ വിളിക്കുവാനോ ഒന്നുമല്ല ഞങ്ങൾ തയ്യാറാകുന്നത്. ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി വന്ന കുറവുകൾ എന്താണ്, പാളിച്ചകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിച്ച പരാജയം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനമധ്യത്തിലേക്ക് പോവുകയാണ്, ജനങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാതിരുന്നൊരു വലിയ വിഷയമുണ്ട്. അതെന്താ ചർച്ച ചെയ്യപ്പെടാതെ പോയത്? അതിന് വലിയ പ്രാധാന്യം വന്നില്ല. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള പ്രചാരവേലയാണ് സംഘടിപ്പിച്ചത്. എന്നാൽ മറുഭാഗത്ത് SDPIയും ജമാഅത്ത് ഇസ്ലാമിയെയും എല്ലാം സമാഹരിച്ചുകൊണ്ട് മറ്റൊരു ധ്രുവീകരണം കേരള രാഷ്ട്രീയത്തിൽ UDFൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അവർക്ക് താൽക്കാലികമായി വിജയം ലഭിച്ചെങ്കിലും അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്നുള്ളതെല്ലാം ഭാവിയിൽ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ഒരു ഭാഗത്ത് BJP കേരളീയ സമൂഹത്തിൽ അവർക്ക് ഇന്നലെ വരെ ഇല്ലാതിരുന്ന നിലയിലേക്ക് ഒരു വളർച്ച കരസ്ഥമാക്കാൻ കഴിയുന്ന നിലയിൽ ഒരു വിഭാഗം ജനങ്ങളെ അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. ഇപ്പുറത്ത് മറ്റൊരു വിഭാഗത്തെയും ആ രണ്ട് ജനവിഭാഗങ്ങളായി മാറി നടന്നിട്ടുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുമാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് പലത് സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്ന കേരളത്തിൻ്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭണങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുവാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രയോ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ അവർക്ക് ഞങ്ങൾക്കെതിരായി തിരിച്ചുവിടുവാൻ കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ട് നൽകാത്തതിൻ്റെ ഫലമായി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്തു തീർക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ മുൻ ഗവൺമെൻറ്റുകളുടെ കാലത്തെല്ലാമായി നടപ്പിലാക്കിയതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ ഈ ക്ഷേമ പെൻഷനുകളടക്കമുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലും അത് പല മേഖലയിലും സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നതിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ചില ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിൻ്റെ എല്ലാമായി ഉണ്ടായിട്ടുള്ള ഒരു വികാരവും ഞങ്ങൾക്കെതിരായി തിരിച്ചുവിടുവാൻ ഈ മാധ്യമങ്ങൾ നല്ല പങ്കുവഹിച്ചു. വലതുപക്ഷ രാഷ്ട്രീയം കൂട്ടായി പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായി വന്നിട്ടുള്ള തിരിച്ചടി, ഈ തിരിച്ചടിയിൽ നിന്ന് ആണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശരി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ പി ചിത്രരഞ്ജൻ